കരിപ്പോളിൽ പ്രവർത്തിക്കുന്ന മസ്ദർ അസാഅദ ദർസിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി സ്നേഹാദരവ് സംഘടിപ്പിച്ചു. തൗഫീഖ് സഖാഫി ഷൊർണൂരിനെ ചടങ്ങിൽ ആദരിച്ചു. കരിപ്പോൾ മസ്ദർ അസാഅദ ദർസിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. ദർസിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായാണ് സ്നേഹാദരവ് സംഘടിപ്പിച്ചത്. സയ്യിദ് മഹറൂഫ് ജിഫ്രി തങ്ങൾ കല്ലടിക്കോട് ചടങ്ങിൽ പ്രാർത്ഥന നിർവഹിച്ചു. തൗഫീഖ് സഖാഫി ഷൊർണൂരിനെ ചടങ്ങിൽ ആദരിച്ചു. അനുഭവങ്ങളുടെ ഒത്തുകൂടൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി സയ്യിദ് മഹറൂഫ് ജിഫ്രി തങ്ങൾ കല്ലടിക്കോടിന്റെ നേതൃത്വത്തിൽ ഇശൽ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. അബ്ദുൽ അലി അഹ്സനി കാവന്നൂർ, അബ്ദുൽ ബാസിദ് സഖാഫി നാട്ടിമംഗലം, മുസ്തഫ അദനി, ഷാക്കിർ ഫാളിലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 10 വർഷമായി ആരംഭിച്ച മസ്ദർ അസാഅദ ദർസിന്റെ ആദ്യ ബാച്ച് പഠനം പൂർത്തിയാക്കി. അടുത്ത വർഷത്തെ ബാച്ചുകളിൽ 100-ൽ പരം കുട്ടികളാണ് ദർസിൽ പഠനം തുടരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ആയുസ് അത് വളരെ ചുരുങ്ങിയതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ ആയുസ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. തങ്ങൾ തന്നെ പറഞ്ഞു, അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70. 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ഉമ്മത്തിന്റെ ആയുസ്സിന്റെ പരിധിയുള്ളത്. എന്നാൽ ആ കുറഞ്ഞ കാല ആയുസ്സുള്ള നമ്മൾ അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമിന്റെ വഴിയിലേക്ക് വന്നു എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണ്. അള്ളാഹു മരണം വരെ ഈ വഴിയിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. ഇവിടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട തൗഫീഖ് ഉസ്താദ് അവറുകൾ 10 വർഷം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹം. ഇൽമിന്റെ വഴിയിൽ ആയുസ് ചെലവഴിക്കുക എന്നുള്ളത് ഇമാം നബവി തങ്ങളൊക്കെ പറഞ്ഞില്ലേ, മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞതെന്താ? ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅ.